السلام عليكم ورحمة الله. الحمد لله حمدا يوافي نعمه يكافي ومزيدا. يا ربنا لك الحمد كما ينبغي لجلالك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك. الصلاة والسلام على رسولك وحبيبك محمد وآله وصحبه الذين يبتغون الوسيلة إليك. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما يتبع الذين يدعون من دون الله شركاء إن يتبعون إلا الظن وإن هم إلا يخرصون. ഏറെ സ്നേഹനിധികളായ തൗഹീദി ആദർശ ബന്ധുക്കളെ, ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ഈ പ്രഗത്ഭമായ ഈ സംരംഭത്തിൽ ഈ വിധം നിങ്ങളോട് സഹകരിക്കാൻ സാധിക്കുന്നതിലുള്ള എൻ്റെ സന്തോഷം അനാദ്യമായിട്ട് അറിയിക്കുകയാണ്. അതിനു അനുഗ്രഹിച്ച അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ആണ് നമ്മുടെ നവോത്ഥാന സംരംഭത്തിന് 50 വർഷം. എന്നാൽ കേരളത്തെ അപേക്ഷിച്ച് ഈ നവോത്ഥാന പ്രവർത്തനം സംഘടിതമായി ആരംഭിച്ചിട്ട് 100-ലേറെ വർഷമായി. H.G. വെൽസ് എന്ന ദാർശനികൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രത്യയശാസ്ത്രത്തിനും ഒരാദർശത്തിനും ഒരു മനുഷ്യനിർമ്മിത സംരംഭത്തിനും അത് തുടങ്ങിയ അന്നത്തെ തനിമയിൽ ഒരു 70 കൊല്ലത്തിലധികം നിലനിൽക്കാൻ കഴിയില്ല. മനുഷ്യാരംഭം മുതലുള്ള സാമൂഹ്യ വിപ്ലവങ്ങളെ, നവോത്ഥാന സംരംഭങ്ങളെ മുഖവിലക്കെടുത്ത് പഠിച്ച് അദ്ദേഹം ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിച്ച ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ പ്രസ്ഥാനം ആരംഭിച്ചിട്ട് 100-ലേറെ വർഷമായി. അതുകൊണ്ട് തന്നെ അപജയങ്ങൾ സ്വാഭാവികമാണ്. അത് ആരംഭിച്ച തുടക്കമിട്ട അന്നത്തെ വിശുദ്ധി, ആ തനിമ, ആ സ്വച്ഛത ഒരുപക്ഷെ ഇപ്പോൾ കണ്ടു കാണണം എന്നില്ല. നമ്മുടെ സംഘടനയുടെ ആദ്യത്തെ പേര് ഐക്യസംഘം എന്നാണ്. ഇന്ന് നമ്മളെ ആളുകൾ കളിയാക്കുന്നത് നിങ്ങൾ അനൈക്യ സംഘമാണ് എന്നാണ്. മാറിയിട്ടുണ്ട്. H.G. വെൽസ് പറഞ്ഞിട്ടുള്ള ആ മാറ്റം വന്നിട്ടുണ്ട്, പ്രകടമായി വന്നിട്ടുണ്ട്. മുമ്പ് കാലങ്ങളിൽ ഒരു വ്യക്തിയെ നാമുമായി, നമ്മുടെ ആദർശവുമായി അടുപ്പിക്കുവാനായിരുന്നു നമ്മൾ ശ്രമിച്ചിരുന്നത്. ഇന്ന് നമ്മളിൽ നിന്ന് അകറ്റുവാനും പുറത്താക്കുവാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാറ്റം
വന്നിട്ടുണ്ട്. ഞാൻ ആവർത്തിക്കുകയാണ് പദം. അത് സ്വാഭാവികമാണ്. അത്തരമൊരു ഘട്ടത്തിൽ അങ്ങനെയുള്ള ഒരു സംരംഭത്തിൻ്റെ തുടക്കത്തിൻ്റെ തനിമ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കി ആ തനിമയോടുകൂടി മുന്നോട്ടു പോകുന്ന വിഭാഗം ഏതാണ് എന്ന് പഠിക്കൽ അതിനോട് കൂറുള്ള ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഒറ്റവാക്കിൽ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ആ വിഭാഗങ്ങളിൽ ഏതാണ് ഏറ്റവും ശരിയായത്? മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആദർശനിഷ്ഠയും ആ ആദർശ തനിമയും നിലനിർത്തി പോരുന്ന അതിൽ കണിശതയുള്ള, അതിൽ മായം ചേർക്കാൻ സമ്മതിച്ചിട്ടില്ലാത്ത വിഭാഗം ഏതാണ് എന്ന് പഠിക്കേണ്ടത് എല്ലാവരുടെയും ബാധ്യതയാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വാക്കുണ്ട്, മല്ലം യഗ്രിഫിൽ ജാഹിലിയ്യത ലം യഗ്രിഫിൽ ഇസ്ലാം. ഇസ്ലാമിന് മുമ്പുള്ള ജീവിത സാഹചര്യം, അന്ന് നിലനിന്നിരുന്ന തെറ്റായ വിശ്വാസങ്ങളെന്ത്, ആചാരങ്ങളെന്ത്, അനുഷ്ഠാന രീതികളെന്ത്, സംസ്കാരങ്ങളെന്ത് എന്ന് കൃത്യമായിട്ടറിയാത്ത ഒരാൾക്ക് ഇസ്ലാം ശരിയാം വണ്ണം മനസ്സിലാക്കാൻ കഴിയില്ല. ഇസ്ലാം വരുത്തിയ മാറ്റം എന്താണ്? ഇസ്ലാമിൻ്റെ സവിശേഷത എന്താണ്? ഇസ്ലാം എവിടെ വ്യതിരിക്തമായി നിൽക്കുന്നു? എന്താണ് അതിൻ്റേതായ മാത്രം പ്രത്യേകത എന്നറിയണമെങ്കിൽ ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങൾ എന്തായിരുന്നു, ഏതൊരാശയത്തിനെതിരിലായിരുന്നു ഇസ്ലാം സമരം പ്രഖ്യാപിച്ചത് എന്നറിയണം. എന്നാലാണ് ഇസ്ലാം എന്താണെന്നറിയാം. അതേപോലെ മുജാഹിദ് പ്രസ്ഥാനം, ശരിയായ മുജാഹിദ് പ്രസ്ഥാനം എന്താണെന്നറിയണമെങ്കിൽ പ്രസ്ഥാനം തുടങ്ങിയ കാലഘട്ടത്തിലുള്ള സാഹചര്യം അറിയണം. ആ സാഹചര്യം അറിയാതെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള പല ആളുകളും പ്രസ്ഥാനത്തിൻ്റെ ആദർശത്തിന് വിരുദ്ധമായ കോണിലൂടെ സഞ്ചരിക്കുന്നുണ്ടാകാം. ഏതൊന്നിനു വേണ്ടി അത് നിലനിൽക്കുകയും അത് ഉടലെടുക്കുകയും ചെയ്തുവോ അതിന് ഘടകവിരുദ്ധമായ ആശയത്തിലേക്ക് അതിനെ കൊണ്ടുപോകുന്നുണ്ടാകാം. അത് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ തുടങ്ങുമ്പോഴുള്ള സാഹചര്യം എന്താണ്? 1920കളിൽ നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ മാത്രമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. കാരണം നമ്മുടെ പേര് കേരള നദുവത്തുൽ മുജാഹിദീൻ എന്നാണ്. അങ്ങനെയല്ല ആവേണ്ടത്. അത് ഞാൻ പിന്നീട് സമയമുണ്ടെങ്കിൽ പറയാം. പക്ഷെ തൽക്കാലം നമ്മൾ കേരളത്തിലെ മുസ്ലിങ്ങളെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് പ്രവർത്തിച്ചു വന്നത്. അതുകൊണ്ട് നമ്മുടെ സംഘടനയുടെ ആധികാരിക വിഭാഗമായ ഉലമാ സംഘടനയുടെ പേര് കേരള ജമിയത്തുൽ ഉലമ എന്നും നമ്മുടെ സംഘടനയുടെ മൊത്തത്തിലുള്ള പേര് കേരള നദുവത്തുൽ മുജാഹിദീൻ എന്നുമാണ്. അപ്പം കേരളത്തിലെ മുസ്ലിങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ സംഘടന തുടങ്ങുന്ന 1920കളിൽ അല്ലെങ്കിൽ ആ 20ൻ്റെ തൊട്ട് മുമ്പുള്ള വർഷങ്ങളിൽ കേരള മുസ്ലിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. ബാഹ്യമായ രംഗത്ത് നേരത്തെ പറഞ്ഞ ബ്രിട്ടീഷുകാരും ആത്മീയ രംഗത്ത് മരണപ്പെട്ടു പോയ മഹാന്മാരായ ആളുകളുടെ അർവാഹുകളുമായിരുന്നു നമ്മെ ഭരിച്ചുകൊണ്ടിരുന്നത്. നിയമങ്ങളല്ല, നിയമപുസ്തകങ്ങളിലെ വ്യവസ്ഥകളല്ല, വിശുദ്ധ ഖുർആനോ സ്വഹീഹായ ഹദീസോ അല്ല. അന്ന് ജീവിച്ചിരിക്കുന്ന മുസ്ലിങ്ങളുടെ മനസ്സിനെ ഭരിച്ചുകൊണ്ടിരുന്നത്, അവരെ ആത്മീയ ലോകത്ത് കയറി കടന്നാക്രമണം നടത്തിക്കൊണ്ടിരുന്നത് മരണപ്പെട്ടു പോയ മഹാന്മാരുടെ ആത്മാക്കളും
മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യജീവികളായ ജിന്നുകളുമായിരുന്നു. അവൻ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ ആ പ്രയാസത്തിൽ നിന്ന് മോചനം കിട്ടുവാനും അല്ലെങ്കിൽ ഒരു ഉപകാരം കിട്ടുവാനും അവൻ സമീപിച്ചിരുന്നത്, അന്നത്തെ മുസ്ലിങ്ങൾ സമീപിച്ചിരുന്നത് മരണപ്പെട്ടു പോയ മഹാന്മാരായ ആളുകളെയായിരുന്നു. അതുകൊണ്ട് ഏറ്റവും ചെറിയ താഴെത്തട്ട് മുതൽ ഏറ്റവും അതിപ്രകടമായ പ്രയാസങ്ങൾ വരെ വരുമ്പോൾ അവൻ്റെ നാവിലൂടെ ഉച്ചരിച്ചിരുന്നത്, ഹൃദയം കൊണ്ട് തേടിയിരുന്നത് ബദരീങ്ങളെ കാക്കണേ, മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ തുടങ്ങിയ പദങ്ങളായിരുന്നു. എന്തെങ്കിലും അപകടങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും മഹാരോഗങ്ങളും മാറാരോഗങ്ങളും പിടിപെടുന്ന 1920കളിലെ മുസ്ലിങ്ങൾ ആ വിപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സ്വീകരിച്ചിരുന്ന പേരുകൾ കുട്ടിശൈത്താൻ്റെയും ഒടിയൻ്റെയും ഗുളികൻ്റെയും ആയിരുന്നു. അവൻ്റെ വീടുകളിലേക്കും അവൻ്റെ ജീവിതത്തിലേക്കും കടന്നു വരുന്ന അപകടകരമായ സാഹചര്യങ്ങളെ നീക്കം ചെയ്യുന്നതിന് വേണ്ടി അവൻ്റെ വീടിലോ അവൻ്റെ പറമ്പിലോ അവൻ്റെ അധീനതയിലോ ബലിപീഠങ്ങളുണ്ടായിരുന്നു. കോഴിയെയോ മറ്റ് മൃഗങ്ങളെയോ ബലി കൊടുത്ത് അതിൻ്റെ രക്തം ആ കല്ലിൽ ചിന്തി ആ മൃഗത്തെ, ആ കോഴിയെ ആ മാരണത്തിന് വേണ്ടി വന്ന, പൂജയ്ക്ക് വേണ്ടി വന്ന പൂജാരി കൊണ്ടുപോയി ഭക്ഷിക്കുന്ന വിശ്വാസപരമായ അധപ്പതനത്തിലായിരുന്നു 1920കളിൽ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നത്. അള്ളാഹു എന്ന് കേട്ടുകേൾവി മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ജീവിതത്തിൻ്റെ 24 മണിക്കൂറിൽ 24 സെക്കൻഡ് പോലും പടച്ചവനെ പറ്റിയുള്ള ഓർമ്മയുണ്ടായിരുന്നില്ല. എന്തപകടം സംഭവിച്ചാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയിട്ടുള്ള മഹാന്മാരായ ആളുകളുടെ ആത്മാക്കളോട് തേടുക, ഇതായിരുന്നു ഇവിടെ നിലവിലുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രമാണമായ പരിശുദ്ധ ഖുർആനുമായി നൂൽബന്ധം പോലും അന്നത്തെ മുസ്ലിം സാമാന്യ ജനങ്ങൾക്കുണ്ടായിരുന്നില്ല. 1922 നിങ്ങളുടെ അടുത്ത പ്രദേശമായ ആലുവായിൽ വെച്ച് കേരള മുസ്ലിം ഐക്യസംഘം രൂപീകരണത്തിന് വേണ്ടി ചേർന്ന യോഗത്തിൽ ഇങ്ങനെ ഒരു സംഘം നിലവിൽ വരേണ്ടതാണ് എന്നതിന് എന്താണ് ദലീൽ എന്ന ഒരു ചോദ്യമുണ്ടായി. ദലീൽ എന്ന് പറഞ്ഞാൽ തെളിവെന്താണ്? മനുഷ്യന് മാർഗദർശനം കാണിച്ചു കൊടുക്കുന്ന, അവനെ സൽപന്താവിലേക്ക് നയിക്കുന്ന, വിശുദ്ധമായ നല്ല വിശ്വാസത്തിലേക്കും അതേപോലെ തന്നെയുള്ള കർമ്മങ്ങളിലേക്കും അവനെ അല്ലെങ്കിൽ ദൈക്ഷണികമായി അവനെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സംരംഭം ഉണ്ടാകണം എന്നതിന് എന്താണ് ദലീൽ എന്ന് ആ യോഗത്തിൽ ചോദ്യമുണ്ടായി. 1922 ആലുവായിൽ വെച്ച് ചേർന്ന യോഗത്തിൽ. അപ്പോൾ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തോതി കൊടുത്തു, സൂറത്ത് ആലി ഇമ്രാനിലെ വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിൻ്റെ ദലീൽ. നിങ്ങളിൽ നിന്ന് നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും നന്മ അവരോട് കൽപ്പിക്കുകയും തിന്മ അവരോട് വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സംഘം ഉണ്ടാകണം എന്ന് അല്ലാഹു തആല കൽപ്പനാരൂപത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് EK മൗലവി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ മുസ്ലിം പുരോഹിതന്മാർ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, ഞങ്ങൾ അത്ഭുതപ്പെടുകയാണ്. ഞങ്ങൾ നിങ്ങളോട് ചോദിച്ചത് ഇങ്ങനെ ഒരു സംഘം രൂപീകരിക്കാനുള്ള ദലീലെന്താണ്, തെളിവെന്താണ് എന്നാണ്. പക്ഷേ നിങ്ങൾ പറഞ്ഞത് ഖുർആനിൻ്റെ ആയത്താണ്. അർത്ഥം, ഖുർആനിൻ്റെ ആയത്ത് തെളിവിന് കൊള്ളുകയില്ല. ഖുർആനിൻ്റെ ആയത്ത് പ്രമാണമല്ല. ഒരു വിഷയത്തിൽ പ്രമാണമായി അംഗീകരിക്കണമെങ്കിൽ അതേതെങ്കിലും ഒരു ഇമാമ് പറയണം, അല്ലെങ്കിൽ ഒരു ഖോജ പറയണം. അല്ലാഹു തആല പറഞ്ഞത് പ്രമാണമായോ രേഖയായോ തെളിവായോ അംഗീകരിക്കുക സാധ്യമല്ല എന്ന മനഃശാസ്ത്രത്തിലായിരുന്നു അന്നത്തെ ബഹുഭൂരിപക്ഷം മതപുരോഹിതന്മാർ. അവിടെ നിന്നാണ് നമ്മൾ ഉയർന്നു വന്നത്. അപ്പൊ വിശുദ്ധ ഖുർആൻ അത്ര ബന്ധമേ ഉണ്ടായിരുന്നു. ഖുർആൻ തെളിവിന് പറ്റില്ല. ഒരു മുസ്ലിമിന്റെ ഒന്നാമത്തെ തെളിവ് വിശുദ്ധ ഖുർആനാണ്. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി. നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയായാൽ, അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ, തർക്കത്തിലായാൽ,
ആ തർക്കത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി നിങ്ങൾ ആദ്യമായി സമീപിക്കേണ്ടത് അള്ളാഹുവിനെയാണ്, അഥവാ അള്ളാഹുവിൻ്റെ കിതാബിനെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാവേണ്ടതുണ്ടോ ഉണ്ടാവേണ്ടതില്ലേ എന്ന ചർച്ചയ്ക്ക് തെളിവായി ഉണ്ടാകൽ നിർബന്ധമാണ് എന്ന് അംറുക്രിയയായിട്ടാണ് അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ളത്. വൽതക്കും മിൻകും ഉമ്മത്തുൻ, അമ്രുഗായിബിന്റെ ക്രിയയാണ്, അഥവാ കൽപ്പനക്രിയയാണ്. ഉണ്ടാവണം, ഉണ്ടായേ മതിയാവൂ എന്നായത്തോതിയപ്പോൾ അത് പ്രമാണമാക്കാൻ കൊള്ളില്ല, അത് പരിശുദ്ധ ഖുർആനാണ് എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ നിന്നാണ് നമ്മളുടെ തുടക്കം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, അങ്ങനൊരു സംഭവമേ അവിടെയില്ല. അവിടെയുള്ളത് സീറകളാണ്, അവിടെയുള്ളത് സീറകളും ഏടുകളുമാണ്. 8888 വക ഏട്, 4444 വക ഏട്, 3333 വക ഏട്, അങ്ങനെ 25 വക ഏട് മുതൽ 8000-ഓളം വരെ വരുന്ന ഏടുകൾ വിൽക്കപ്പെടുകയും അത് പ്രമാണമായി അംഗീകരിക്കുകയും അത് പാരായണം ചെയ്യപ്പെടുകയും അതുകൊണ്ട് ബർക്കത്തെടുക്കുകയും ചെയ്തിരുന്ന ഒരു ദുരവസ്ഥയിൽ നിന്നാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ തുടക്കമെന്ന് ഈ അടുത്ത കാലത്ത് ഇസ്ലാമിൽ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന നവമുജാഹിദുകൾക്ക് ചെറുപ്പക്കാരിൽ പലർക്കും അറിയാതെ പോയി. അവർ മനസ്സിലാക്കിയത് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അല്പം താടിയും അതേപോലെ തന്നെ മുണ്ടൊക്കെ അല്പം കയറ്റി കൊടുത്ത് ഭക്തി ത്രസിപ്പിക്കുന്ന വിധത്തിൽ, പ്രകടിപ്പിക്കുന്ന വിധത്തിൽ ഇസ്ലാമിന് പരസ്യമായിട്ടുള്ള അങ്ങനെയുള്ള ഒരു കാട്ടിക്കൂട്ടലാണ്, അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചു. പല ആളുകളും ചരിത്രമറിയാതെ കടന്നു വന്നവർ. എവിടെ നിന്നാണ് ഇവരെ കൊണ്ടുവന്നത്? ഖുർആൻ അഗണ്യമാക്കിയിരുന്നൊരു കാലഘട്ടത്തിൽ നിന്ന്, സുന്നത്തിനെ പോലെ പറ്റി പരാമർശമില്ലാത്തൊരു കാലഘട്ടത്തിൽ നിന്ന്, സീറകളിൽ എഴുതപ്പെട്ടത് എന്താണോ അത് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്ന കാലഘട്ടങ്ങളിൽ നിന്ന്, ഗ്രന്ഥത്തെയും കിതാബിനെയും മാറ്റി ഏടുകളിലേക്ക് അധപ്പതിച്ച കാലഘട്ടങ്ങളിൽ നിന്ന്, അവിടെ നിന്നാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ തുടക്കം. അതേപോലെ തന്നെ നാടുകളിൽ വിഹരിക്കുന്നതും നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതും ജിന്ന് ഭൂതാദികളാണ് എന്ന കടുത്ത വിശ്വാസം. ഏതെങ്കിലും ഒരു കുടുംബത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഒരു ദോഷമുണ്ടായാൽ, ഒരു രോഗമുണ്ടായാൽ, ഒരു പ്രയാസമോ പ്രതിസന്ധിയോ ഉണ്ടായാൽ അത് ആരോ ചെയ്തിട്ടുള്ള മാരണമാണ്, അക്കാരണത്താൽ മാത്രമാണ് എന്ന് വിശ്വസിച്ച് വന്ന് അതിന് പ്രതിരോധിക്കാൻ വേണ്ടി മറു സിഹർ ചെയ്യാൻ വേണ്ടി തെക്കോട്ടും വടക്കോട്ടും ഓടിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നിന്നാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ തുടക്കം. അത് പരിചയമില്ലാത്ത ആളുകളാണ്, പുതുതായിട്ട് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ആളുകളാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ആദർശ തനിമയെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. അന്ന് അങ്ങനെയായിരുന്നു വിശ്വാസം. സിഹർ, മാരണം, ആ മാരണമാണ് സകലത്തിൻ്റെയും കാരണം. അന്ന് പിശാച് മനുഷ്യ ശരീരത്തിൽ കയറി ഇളകിപ്പറയലും ആ ഇളകിപ്പറയുന്നവരിൽ നിന്ന് പിശാചിനെ അടിച്ചിറക്കലും അതിനു വേണ്ടിയുള്ള രഹസ്യവും പരസ്യവുമായ പൂജാതി കർമ്മങ്ങളും സർവ്വസാധാരണമായിരുന്നു. അന്ന് ആധുനിക പേരിൽ അറിയപ്പെടുന്ന രോഗങ്ങൾ, ആ രോഗകാരണങ്ങൾ അറിയപ്പെടാത്ത എല്ലാ രോഗകാരണങ്ങളും സിഹർ മുഖേനയാണ്, പിശാച് മുഖേനയാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിരുന്ന കാലഘട്ടം. മഹാനായ പ്രവാചകൻ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ലാ അദ്വ, പിശാച് രോഗം പരത്തുന്ന പ്രശ്നമേ ഇല്ല. അങ്ങനെ ഒരു അന്ധവിശ്വാസം ജാഹിലിയ കാലഘട്ടത്തിലെ ബഹുദൈവ ആരാധകരിലും അവരുടെ പരിസരങ്ങളിലുള്ള ജൂത സമുദായങ്ങളിലും സജീവമായി നിന്നിരുന്നതുകൊണ്ട് മഹാനായ പ്രവാചകൻ ആ തെറ്റായ വിശ്വാസത്തിന്റെ അടിവേര് ഇളക്കിക്കൊണ്ട് അല്ലെങ്കിൽ മുറിച്ചു കളഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പദം നിക്കിറയാക്കിക്കൊണ്ട് പറഞ്ഞു, ലാ അദ്വ വലാ തീറത്ത, പക്ഷി ലക്ഷണമില്ല, കൈലക്ഷണമില്ല, തത്തലക്ഷണമില്ല, മറ്റൊരു ലക്ഷണവും ലക്ഷണക്കെടും നോക്കലില്ല. അതേപോലെ തന്നെ പിശാച്ചിലൂടെ രോഗം സംക്രമിക്കുന്ന പ്രശ്നമില്ല. 1920-കളിൽ നമ്മുടെ നാട്ടിൽ വസൂരി രോഗം പടർന്നു പിടിച്ചപ്പോൾ ആ വസൂരി രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അന്നത്തെ മുസ്ലിം സമുദായം ചെയ്തിരുന്നത്
പള്ളിയോട് കേന്ദ്രീകരിച്ച് പള്ളിയിലെ പുരോഹിതനും നാട്ടിലെ പ്രമാണിമാരും സാധാരണക്കാരും ഒന്നിച്ചു നിന്നുകൊണ്ട് തൊട്ടടുത്ത കാട്ടിൽ കയറി കൂട്ടബാങ്ക് കൊടുക്കുകയായിരുന്നു. എല്ലാവരും കൂടി ഒന്നിച്ച് ബാങ്ക് കൊടുക്കാം. പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോൾ പിശാചൊക്കെ കാട്ടിലേക്ക് കയറുകയാണത്ര. അപ്പൊ കാട്ടിൽ നിന്ന് പിശാചിനെ ആട്ടി ഓടിക്കാൻ വേണ്ടി കാട്ടിൽ കയറിയിട്ട് കൂട്ടബാങ്ക് കൊടുക്കാം. പണ്ട് കാലത്ത് നമ്മുടെ നേതാക്കന്മാർ പ്രസംഗിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ കൂട്ടബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പോകുന്ന ആളുകൾക്ക് ഭക്ഷണം വേണം. അതിന് ചീരണി എന്നാ പറയാം മലബാർ ഭാഷയിൽ. ഇവിടെ എന്താ പറയാന്നറിയില്ല. അപ്പൊ ഈ ചീരണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ചീരണി എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇറച്ചിയും പത്തിരിയാണ്. ഈ ഇറച്ചിയും പത്തിരിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൈസ വേണം. അപ്പോൾ ഒരു കച്ചവടക്കാരനായ മുതലാളിയോട് ചെന്നിട്ട് ഈ കൂട്ടബാങ്കിന്റെ കമ്മിറ്റിക്കാർ പിരിവ് ചോദിച്ചു. എന്തിനാ പിരിവ്? കൂട്ടബാങ്ക് കൊടുക്കാൻ. എന്തിനാ കൂട്ടബാങ്ക്? അത് പിശാചിനെ ആട്ടിയകറ്റാൻ. എവിടെ നിന്ന്? കാട്ടിൽ നിന്ന്. അപ്പൊ അയാൾ പറഞ്ഞത്രേ, ഞാൻ തരില്ല, 10 പൈസ, അന്നത്തെ ഭാഷയിൽ നയാ പൈസ ഞാൻ തരില്ല. അതെന്താ? നിങ്ങളെല്ലാവരും കൂടി കാട്ടിൽ പോയിട്ട് കൂട്ടബാങ്ക് നടത്തിയാൽ പിശാചുക്കളെല്ലാം നാട്ടിലേക്ക് ഇറങ്ങും. അപ്പൊ ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് കൂട്ടബാങ്ക് കൊടുക്കാൻ ഞാൻ നയാ പൈസ തരില്ല. അന്നതായിരുന്നു വിശ്വാസം. വസൂരി രോഗമുണ്ടാക്കുന്നത് കുരിപ്പ് ശൈത്താനാണ് എന്നാ പറഞ്ഞത്. നിങ്ങളുടെ ഈ പ്രദേശത്ത് ആ പേര് പറഞ്ഞാൽ അറിയോന്നറിയില്ല. കുരിപ്പ് രോഗം എന്ന് പറഞ്ഞാൽ വസൂരി രോഗമാണ്. ആ രോഗമുണ്ടാക്കുന്ന പിശാചിന് തന്നെ ഒരു പ്രത്യേക പേരുണ്ട്, കുരിപ്പ് ശൈത്താൻ. മലബാറിലെ ഭാഷയാണത്. ഇവിടെ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഈ കുരിപ്പ് ശൈത്താനിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിരുന്നു നടത്തി വന്നിരുന്നത്. അപ്പൊ വസൂരി ഉണ്ടാക്കുന്നത്, മാരകങ്ങളായ രോഗങ്ങൾ ഉണ്ടാക്കുന്നത് കുരിപ്പ് ശൈത്താനും ചേക്കുട്ടി ശൈത്താനുമാണ്. ചേക്കുട്ടി ശൈത്താൻ മുസ്ലിം ശൈത്താനാണ്. ചേക്കുട്ടി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഷെയ്ഖ് കുട്ടിയായതാണ് ഷെയ്ഖുട്ടി. ഈ ഷെയ്ഖ് കുട്ടി എന്ന പേരിലുള്ള കുട്ടി ശൈത്താനാണ്. ഷെയ്ത്താൻ എന്നല്ല, അന്ന് ശൈത്താൻ തന്നെ പറയുന്നത്. അതായിരുന്നു പല രോഗങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. കോളർ ഉണ്ടാക്കണ ശൈത്താന്റെ പേര് പിന്നെ ഈ കുരിപ്പ് ശൈത്താൻ എന്നായിരുന്നു. അങ്ങനെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജീവിതഗന്ധിയായ സകല മേഖലകളും അന്ന് അടക്കി ഭരിച്ചിരുന്നത് ജിന്ന് ഭൂതാദികളും മന്ത്രവാദികളും ഏലസിന്റെയും അതേപോലെ തന്നെ തൽസമാത്തിന്റെയും മുജറബാത്തിന്റെയും അസ്മാഇന്റെയും ആളുകളും ഗ്രന്ഥങ്ങളും മാരണങ്ങളുമായി നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അതിൽ നിന്ന് വിശുദ്ധ ഖുർആനിലേക്കും യഥാർത്ഥ തൗഹീദിലേക്കും ജനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി ഇസ്ലാഹി പ്രസ്ഥാനം നിലവിൽ വന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അന്ന് നിലവിലുണ്ടായിരുന്ന വിശ്വാസം എന്തൊക്കെയായിരുന്നു, അതിനെതിരിലാ നമ്മുടെ പ്രവർത്തനം ഉണ്ടായത്. അതുകൊണ്ട് പിശാചില്ല എന്നാണോ? അല്ല, പിശാചുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. പിശാച്ച് മഹാവളവനാണ്, വളരെ യുക്തിമാനാണ്, കുതന്ത്രശാലിയാണ്. പിശാച്ചിനെ ബഹുമാനിക്കാനും അവനെ ഭയപ്പെടാനും അവൻ ജനങ്ങളെ പഠിപ്പിച്ചു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ പലരും പേടിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ആരെ? ഈ പിശാച്ചിനെ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്റ്റേജുകളിൽ വളരെ പ്രഗത്ഭമായി പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രഭാഷണം ഞാൻ കേട്ടു. അല്പമൊക്കെ ധൈര്യമുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്ന ഒരാളുടെ പ്രഭാഷണം കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അയാൾ പറയാണ്, എൻ്റെ അരികിലേക്ക് ഒരു പെൺകുട്ടിക്ക് സുഖമില്ലാതെ കൊണ്ടുവന്നു. അവളുടെ ശരീരത്തിൽ പിശാച്ച് കയറിയതാണ് എനിക്ക് എന്ന് ബോധ്യപ്പെട്ടു. പക്ഷേ അതിന് ചികിത്സ നൽകാൻ എനിക്ക് സാധ്യമല്ല. കാരണം ഞാൻ അതിന് ചികിത്സ നൽകുമ്പോൾ അതിന് ചികിത്സ എന്താണ്? ഖുർആൻ തെറാപ്പിയാണ്. ഈ ഖുർആൻ തെറാപ്പി അവളുടെ ശരീരത്തിലേക്ക് അടിച്ചു കയറ്റുമ്പോൾ സ്വാഭാവികമായും ആ പിശാച്ച് അവളുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകും. അങ്ങനെ പുറത്തു പോകുമ്പോൾ അവളെ ചികിത്സിക്കുന്ന എൻ്റെ ശരീരത്തിലെങ്ങാനും കയറിയെങ്കിലോ എന്ന ഭയത്താൽ ഞാൻ അവളെ ചികിത്സിക്കാൻ നിന്നില്ല. ഞാൻ മറ്റൊരാളുടെ പേര് പറഞ്ഞു കൊടുത്തു. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു സ്റ്റേജിലെ പ്രഗത്ഭനായ, അല്പം ധൈര്യമുണ്ട് എന്ന് നമ്മൾ കരുതുന്ന ഒരു ചെറിയ ഹംസ റളിയല്ലാഹു അൻഹു ആണ് എന്ന് കരുതി പോന്നിരുന്ന ഒരു വ്യക്തിയുടെ പ്രഭാഷണമാണിത്. അപ്പൊ എന്താ പേടി? ആജാതി പേടി എന്താ? ഭയങ്കര പേടിയല്ലേ ഇത്? ഇസ്ലാം ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്ന് മാത്രമല്ല അർത്ഥം. ഈമാൻ എന്ന പദം അമ്ന് എന്നതിൽ നിന്നുണ്ടായതാണ്. നിർഭയത്വം. മുഅ്മിനായ ഒരു മനുഷ്യന് നിർഭയത്വം ഉണ്ടാകണം. ഗൈബിയായ വിധത്തിൽ, അവനെ സംബന്ധിച്ചിടത്തോളം ആപേക്ഷികമായി അദൃശ്യമായ വിധത്തിൽ
കാര്യകാരണങ്ങൾ ഒന്നും നിർവചിക്കുവാനും നിർണയിക്കുവാനും സാധ്യമല്ലാത്ത വിധം മനുഷ്യനിൽ നിന്ന് മാത്രമല്ല ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ ചലനം പോലും സൃഷ്ടിക്കാൻ അല്ലാഹുവിനല്ലാതെ സാധ്യമല്ല എന്ന വിശ്വാസം ഒരാൾക്കുണ്ടാകുമ്പോഴാണ് നിർഭയത്വം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നിർഭയത്വം ഉണ്ടാവില്ല, പേടിയുണ്ടാകാം. അങ്ങനെ പേടിച്ചരണ്ടാണ് പലരും ജീവിക്കുന്നത്. കൗൺസിലിംഗ് നടത്തുന്ന ഡോക്ടർമാർ ഈ അടുത്ത് പ്രസ്താവിച്ചൊരു പ്രസ്താവനയുണ്ട്. ഞങ്ങൾ പതിറ്റാണ്ടുകളായി കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പല രോഗികളെയും. പക്ഷേ ഞങ്ങളുടെ അനുഭവത്തിൽ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ഞങ്ങളെ സമീപിച്ചു കൊണ്ടിരിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട, നവോത്ഥാന പ്രസ്ഥാനത്തിൽപ്പെട്ട സഹോദരന്മാരും ചെറുപ്പക്കാരികളുമാണ്. കാരണം അവരെയാണ് ഏറ്റവും കൂടുതൽ പിശാച് പിടികൂടുന്നത്. ജിന്ന് കയറുന്നത് അവളിലാണ്. മുഖം പോലും മറച്ചിട്ടുള്ള പെൺകുട്ടികളുടെ ശരീരത്തിലാണ് ജിന്നുകളിൽ അധികവും കയറുന്നത് എന്ന് കൗൺസിലർമാർ പറയുകയാണ്. നാം തിരിച്ചു പോയിട്ടുണ്ടെന്ന് അർത്ഥം. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, റസ്സൽ പറഞ്ഞത്. 70 കൊല്ലത്തിലധികം തനിമയോടുകൂടി മനുഷ്യനിർമ്മിതമായ ഒരു സംരംഭത്തിന് അതേപടി നിലനിൽക്കാൻ കഴിയില്ല, അതിൽ കളങ്കം ചേർക്കാതെ, വെള്ളം ചേർക്കാതെ. നമ്മുടെ സംഘടന എന്നത് മനുഷ്യനിർമ്മിതമാണ്, നമ്മുടെ ആദർശമാണ് ദൈവികമായിട്ടുള്ളത്, അതിന് മാറ്റമുണ്ടാവില്ല. അപ്പോ മനുഷ്യനിർമ്മിതമായ ആ പ്രസ്ഥാനത്തിൽ പുഴുക്കുത്തുകൾ വന്നിട്ടുണ്ട്. പഴയകാലത്ത് മുജാഹിദിനുണ്ടായിരുന്ന നിർഭയത്വം ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിൽ വെച്ച് ഒരു വാദപ്രതിവാദമുണ്ടായി ക്രിസ്ത്യാനികളായ ആളുകളുമായിട്ട്. മക്തി തങ്ങൾ ക്രിസ്ത്യാനികളുമായിട്ട് വാദപ്രതിവാദം നടത്തുമ്പോൾ മുഹമ്മദ് നബിയേക്കാൾ മഹാനാണ് ഈസാ നബി അലൈഹിസ്സലാം എന്ന് പറഞ്ഞപ്പോൾ അതിന് ഉദാഹരണമായിട്ട് അവർ പറഞ്ഞത് ഈസാ നബി മരിച്ചവരെ ജീവിപ്പിക്കാറുണ്ടായിരുന്നു, നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നാണ്. ശരിയാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആലി ഇംറാനിലും മറ്റു സ്ഥലങ്ങളിലും അല്ലാഹു തആല ഈസാ നബി പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്, ഞാൻ ഒരു മനുഷ്യരൂപമുണ്ടാക്കുന്നു, ഫഅൻഫുഖു ഫീഹി, എന്നിട്ട് ഞാൻ അതിൽ ഓതുന്നു, അല്ലെങ്കിൽ ഉഹ്യിൽ മൗത്ത, ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രവാചകൻ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ മുഹമ്മദ് നബി, അതുകൊണ്ട് ഞങ്ങളുടെ പ്രവാചകനാണ് മുഹമ്മദ് നബിയേക്കാൾ മികച്ചു നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ മക്തി തങ്ങൾ പറഞ്ഞു, അതിനെന്തിനാണ് മുഹമ്മദ് നബി, അതിനെന്തിനാണ് യേശു, ഞാൻ ചെയ്യുമല്ലോ. മരിച്ചവരെ ജീവിപ്പിക്കേ, അതെ ഞാൻ ചെയ്യും, കൊണ്ടുവരി, മരിച്ചവരെ കൊണ്ടുവരി. ഞാനൊരു ഉദാഹരണം പറയാം. പക്ഷെ അപ്പോൾ അവിടെ ആരും മരിച്ചിട്ടില്ല. പ്രഭാഷണമെല്ലാം കഴിഞ്ഞു പോയപ്പോൾ ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് പറഞ്ഞത്? ക്രിസ്ത്യാനികളായ ആളുകൾ ഒരു മരിച്ച വ്യക്തിയെ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ജീവിപ്പിക്കാൻ കഴിയുമോ? ഈസാ നബി ജീവിപ്പിച്ചത് മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മക്തി തങ്ങൾ പറഞ്ഞ മറുപടി, ഞാൻ ഇവിടെ കയറിയിട്ടുള്ളത് ഏതൊരു രക്ഷിതാവിന്റെ ഏകത്വം സ്ഥാപിക്കുവാനാണോ അവനിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, എനിക്കുറപ്പുണ്ട് മരിച്ചൊരു വ്യക്തി അവർക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്ന്. അതാണ് ധൈര്യം, അതാണ് ഈമാനിന്റെ ശക്തി. അത്ര ശക്തിപൂർവം ഒരു ജിന്നിനും ഒരു പിശാചിനും ഒരു സിഹിറിനും മയക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ദൃഢവിശ്വാസമുണ്ടായിരുന്ന ധൈര്യശാലികളായിരുന്ന മുജാഹിദുകൾ തലകുനിച്ചുകൊണ്ട് നടന്നു പോവുകയാണ് സമൂഹത്തിൻ്റെ കൂടെ. ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസം മൊത്തമായും ചില്ലറയായും ഇറക്കുമതി ചെയ്യുന്നതും എന്നിട്ടത് കയറ്റിയിറക്കി കൊടുക്കുന്നതും യഥാർത്ഥത്തിൽ നമ്മുടെ പിൻഗാമികളായ ആളുകളാണ്. സുന്നികളായ ആളുകൾ ഇത്തരക്കാരായ ആളുകളുടെ വയത് കേൾക്കുമ്പോൾ പറയാണ്, ഞങ്ങൾക്ക് പോലും ഇത്രത്തോളം ഞങ്ങൾക്കില്ല, അത്രത്തോളം അവർക്കുണ്ട്. എന്ത്? അന്ധവിശ്വാസം. ഉദാഹരണം പറഞ്ഞാൽ സിഹിർ, മാരണം. സിഹിറിന് പല അർത്ഥമുണ്ട്. ആ 3 അക്ഷരത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്, ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. മഹാനായ പ്രവാചകൻ പറയുന്നു, ഇന്ന ഫിൽ ബയാനില സിഹ്റ, കലയിൽ സിഹിറുണ്ട്. അത് പ്രഭാഷണമാകട്ടെ, എഴുത്താകട്ടെ, നോവലാകട്ടെ, മറ്റു ചിത്രീകരണങ്ങളാകട്ടെ, പ്രധാനമായും ഈ ബയാൻ, അതായത് മനുഷ്യർ അങ്ങോട്ടുമുള്ള സംഭാഷണം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രഭാഷണം, പ്രസംഗത്തിനൊരു മാസ്മരികതയുണ്ട്, സിഹിറുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ സിഹിർ വൻദോഷങ്ങളിൽപ്പെട്ടതല്ല, അത് അള്ളാഹു കൊടുക്കുന്ന ഒരു കഴിവാണ്, സവിശേഷതയാണ്.
നമ്മുടെ കേരളത്തിലെ പ്രഗത്ഭന്മാരായ ചില പ്രസംഗകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ പ്രഭാഷണങ്ങൾ കേട്ടാൽ നമ്മൾ അവിടെ ഇരുന്നു പോകും. കാരണം ഇന്ന ഫിൽ ബയാനിലെ സിഹ്റ, ചില പ്രഭാഷണത്തിൽ സിഹറുണ്ട് എന്ന് മഹാനായ പ്രവാചകൻ പറയുകയാണ്. ആ സിഹറിന് കുഴപ്പമില്ല. സുകുമാർ അഴീക്കോട് പ്രസംഗിക്കുമ്പോൾ ആരാണ് ആ പ്രസംഗം കഴിയാതെ എഴുന്നേറ്റ് പോവുക? ശ്രീധരൻ എന്നൊരാളുണ്ടായിരുന്നു, സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ട്. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ആരാണ് ആ പ്രഭാഷണം അവസാനിക്കാതെ എഴുന്നേറ്റ് പോവുക? PP ഉമർ കോയും CH മുഹമ്മദ് കോയും പ്രഗത്ഭന്മാരായ പ്രസംഗകരായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് തുർക്കുമാൻ ഗേറ്റിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ തുർക്കുമാൻ ഗേറ്റിൽ ഇന്ദിരാഗാന്ധിയുടെ മകനായ സഞ്ജയ് ഗാന്ധി ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സഞ്ജയ് ഗാന്ധി ചെയ്ത ആ തെറ്റിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്നത്തെ കോൺഗ്രസ് വിരുദ്ധരായ ആളുകൾ പ്രഭാഷണം നടത്തിയപ്പോൾ കോൺഗ്രസിന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന CH മുഹമ്മദ് കോയ അതിനെ ഖണ്ഡിക്കാൻ ഒരു പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണം അങ്ങനെ മാസ്മരികമായി ആളുകളെ കയ്യിലെടുത്ത് അദ്ദേഹം കൊണ്ടുപോയി തുർക്കുമാൻ ഗേറ്റ് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് ഇന്ത്യയിൽ ഉണ്ടാവുക, അത് തുർക്കിയിലല്ലേ ഉണ്ടാവുക എന്ന് ചോദിച്ചപ്പോൾ അഭ്യസ്തവിദ്യരായ മുന്നിലിരിക്കുന്ന ആളുകൾ തലയാട്ടി എന്നാണ് പറയുന്നത്. അതെ, തുർക്കുമാൻ ഗേറ്റ് തുർക്കിയിലാണ് ഉണ്ടാവുക, ഇന്ത്യയിൽ ഉണ്ടാവില്ല. സത്യത്തിൽ ഇന്ത്യയിലാണ്. പക്ഷെ ആ പ്രഭാഷണത്തിന്റെ മാസ്മരികത, അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞ് അതിൽ സിഹറുണ്ട് എന്ന്. ഒരാൾ വന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അരികിൽ വന്നിട്ട് സംസാരിച്ചു. സംസാരം കേട്ടപ്പോൾ മധുരമായ സംസാരം എല്ലാം കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ന ഹാദാ ലസിഹ്റുൻ വഹാദ സിഹ്റു യജൂസു. ഇയാളുടെ ഈ സംഭാഷണം ഒരു സിഹറാണ്. ഈ സിഹർ അനുവദനീയമായ സിഹറാണ്. മഹാനായ പ്രവാചകൻ വൻപാപങ്ങളിൽ എണ്ണിയ രണ്ടാമത്തെ വൻപാപമായ സിഹർ അല്ല ഇത്. അപ്പൊ സിഹറിന് പല അർത്ഥമുണ്ട്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ആ മൂസാ നബിയുടെ എതിരാളികളായ ആളുകൾ, സാഹിറന്മാർ അവിടെ പ്രകടിപ്പിച്ചത് സിഹറാണ്. ആ സിഹർ പഠിച്ചെടുക്കാവുന്നതാണ്. അത് മുതുകാടിന്റെ പഴയകാല കോപ്പിയാണ്. അത് നമുക്ക് ക്ലാസിക്കലായിട്ട് പഠിക്കാൻ പറ്റും. സിഹർ പഠിക്കാൻ പറ്റുന്ന പുസ്തകങ്ങളുണ്ട്, പാഠശാലകളുണ്ട്. അത് പഠിച്ചെടുക്കാൻ പറ്റുന്ന സിഹറാണ്. അത് വിരോധിക്കപ്പെട്ടതല്ല. തെറ്റായ കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ അത് തെറ്റാവുള്ളൂ, അല്ലെങ്കിൽ അത് അനുവദിക്കപ്പെട്ടതാണ്. അവരതാണ് ചെയ്തത്. കയറുകളും വടികളും ഇട്ടപ്പോൾ അത് ഇഴഞ്ഞു പോകുന്ന പാമ്പുകളായിട്ട് ജനങ്ങൾക്ക് തോന്നത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ പിന്നിൽ അവരറിയാതെ ചെയ്യുക. ആ സിഹർ അനുവദിക്കപ്പെട്ടതാണ്. തെറ്റായ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് തെറ്റാവും. അവിടെ തെറ്റായ കാര്യത്തിനാ, മൂസാ നബിയുടെ നുബുവത്തിനെ നിഷേധിക്കാൻ വേണ്ടിയാണ് സാഹിറന്മാർ ആ സിഹർ ചെയ്തത്. അതുകൊണ്ടാണ് അത് തെറ്റായത്. അപ്പൊ ആ സിഹർ തെറ്റല്ല. പിന്നെ ഏത് സിഹറാ? മാരണം എന്ന അർത്ഥത്തിലുള്ള സിഹർ. ആ മാരണം എന്ന അർത്ഥത്തിലുള്ള സിഹറിന്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് ചെയ്യുന്നവനറിയില്ല. ആർക്ക് വേണ്ടിയാണോ ചെയ്യപ്പെട്ടത് അയാൾക്കും അറിയില്ല അതിന്റെ രൂപം എങ്ങനെയാണ്. അങ്ങനെ ഒരു സിഹർ ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. അങ്ങനെ ഒരു സിഹർ ഇല്ല. അങ്ങനെ ഒരു സിഹറിന് പ്രതിഫലനമില്ല. നമ്മുടെ ചില ആളുകളുടെ, നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ തന്നെ അവാന്തര വിഭാഗമായ ആളുകളുടെ വിശ്വാസത്തിന്റെ അഖീദയുടെ അടിസ്ഥാനം ഇന്നലിൽ സിഹരി, തീർച്ചയായിട്ടും സിഹറിനുണ്ട് ഹഖീഖത്തൻ, യാഥാർത്ഥ്യമുണ്ട്, വതഅ്സീറൻ, പ്രതിഫലനവുമുണ്ട്. അതാണെന്നാണ്. എന്നാൽ നമ്മൾ പറയുന്നത് ഇസ്ലാമിൽ, വിശുദ്ധ ഖുർആനിൽ, പ്രവാചകന്റെ സ്വഹീഹായ ഹദീസിൽ സിഹറിന് യാതൊരു തരത്തിലുള്ള പ്രതിഫലനമോ അതേപോലെ തന്നെ സ്വാധീനമോ ഹഖീഖത്തോ ഇല്ല. ഒരു ഉദാഹരണം മാത്രം പറയാണ്. വിശ്വാസ രംഗത്ത് മാറ്റം വന്നതിൽ, നമ്മളിൽ തന്നെ മാറ്റം വന്നതിന് സംബന്ധിച്ചൊരു ഉദാഹരണം മാത്രം പറയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹർ ബാധിച്ചു എന്ന് ഈ അടുത്തിടെയായി ഞാൻ മൊബൈലിലൊക്കെ നോക്കുമ്പോൾ വളരെ പ്രഗത്ഭമായ ചോദ്യം. സഹീഹുൽ ബുഖാരിയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചു എന്ന ഹദീസ് ഉണ്ടല്ലോ. ആ ഹദീസിനെ ഏത് സ്വഹാബിയാണ് എതിർത്തിട്ടുള്ളത്, ഏത് താബി ആണ് എതിർത്തിട്ടുള്ളത്? നിങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് ആ വിഷയത്തിലുള്ള സലഫ് ആരാണ്? ഞാൻ പറയട്ടെ, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലബീദ് ബിൻ അൽ അഅ്സം എന്ന ഇസ്ലാമിന്റെയും പ്രവാചകന്റെയും ബദ്ധവൈരിയായ
ശത്രു ചെയ്തിട്ടുള്ള സിഹർ ഏറ്റിട്ടില്ല എന്ന അഭിപ്രായം സ്വഹാബിക്കല്ല ഉള്ളത്, താബിഈനല്ല ഉള്ളത്. പിന്നെ ആ പ്രവാചകനായി നിയോഗിച്ചയച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലാക്കാണുള്ളത്. അത് സൂറത്ത് ഫുർഖാനിലും സൂറത്ത് ഇസ്രായിലും അല്ലാഹു തആല പറഞ്ഞു. എന്താ പറഞ്ഞത്? മഹാനായ മുഹമ്മദ് നബി മറ്റൊരാളാൽ സിഹർ ബാധിതനാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾ അക്രമികളാണ്. മാത്രമല്ല ഫളല്ലു, അക്കാരണത്താൽ അവർ വഴിപിഴച്ചു പോയിരിക്കുന്നു. ഉള്ള ഒരു കാര്യം പറഞ്ഞാൽ വഴിപിഴച്ചു പോകുമോ? മുഹമ്മദ് നബിക്ക് സിഹർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ സിഹർ ബാധിച്ച ഒരാളെയാണ് നിങ്ങൾ പിൻപറ്റുന്നത് എന്ന് ആളുകൾ പറഞ്ഞതുകൊണ്ട് അവരെ അല്ലാഹു തആല ആക്ഷേപിക്കുമോ? തീർച്ചയായിട്ടും ആക്ഷേപിക്കില്ല. അവരെ കുറ്റപ്പെടുത്തുമോ? ഇല്ല. അവർ വഴിപിഴച്ചവരാണെന്ന് പറയുമോ? ഇല്ല. മാത്രമല്ല വഴിപിഴച്ചവർ എന്ന് മാത്രമല്ല, വലാ യസ്തതിഊന സബീല, ആ വിശ്വാസം അവരിൽ നിലനിൽക്കത്ത കാലം അവർ സന്മാർഗത്ത് പ്രാപിക്കാൻ സാധ്യമല്ല എന്ന്, അവർക്ക് കഴിയില്ലെന്ന് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായിട്ട് പറയുകയാണ്. അപ്പൊ മുഹമ്മദ് നബിക്ക് സിഹർ ഏറ്റിട്ടില്ല എന്ന് ഖണ്ഡിച്ചത് ആരാണ്? ഏത് സ്വഹാബിയാണ്? ഏത് താബിആണ്? ഏത് ഇമാമിൻ്റെ ആളാണ്? ഏത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളാണ് എന്നതിൻ്റെ വ്യക്തമായ മറുപടി അവരൊന്നുമല്ല, സർവജ്ഞനായ അള്ളാഹുവാണ്. ആ അള്ളാഹു അവൻ്റെ ദൂതനായ മുഹമ്മദ് നബിയെ പ്രവാചകന്റെയും ഇസ്ലാമിൻ്റെയും ഖുർആനിൻ്റെയും അള്ളാഹുവിൻ്റെയും ശത്രുവായ കേവലം ലബീദ് ഇബ്നുൽ അഅ്സം എന്ന ആള് 3 ദിർഹമിന് വേണ്ടി ചെയ്തിട്ടുള്ള സിഹർ എന്ന മാരകമായ അപകടം കൊണ്ട് മുഹമ്മദ് നബിക്ക് യാതൊരു തരത്തിലുള്ള പോറലും ഏറ്റിട്ടില്ല. അപ്പൊ പിന്നെ ഹദീസില്ലേ? ഹദീസുണ്ട്. ഹദീസിൽ അങ്ങനെ അവർക്ക് ശരിയാണ് എന്ന് അവർ തോന്നുന്ന പലതും ആ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മുൻഗാമികളായ ആളുകൾ പറഞ്ഞിട്ടുള്ളത്, വിശുദ്ധ ഖുർആൻ മുസ്ഹഫിന്റെ 2 ചട്ടക്കുള്ളിലുള്ള മുഴുവൻ അക്ഷരങ്ങളും പദങ്ങളും ആശയങ്ങളും സമ്പൂർണമായും സത്യസന്ധവും ദൈവികവും അജയ്യവുമാണ്. എന്നാൽ സ്വഹീഹുൽ ബുഖാരി അടക്കമുള്ള ലോകത്ത് വിരചിതമായിട്ടുള്ള 10,000-കണക്കിന് ഇസ്ലാമിൻ്റെ പ്രഗത്ഭമായ ഗ്രന്ഥങ്ങളിൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥം അതിൻ്റെ 2 ചട്ടക്കുള്ളിലുള്ള ആദ്യം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ഒരു അബദ്ധവും വരാത്ത സുബദ്ധം മാത്രമായിട്ടുള്ള യാഥാർത്ഥ്യം മാത്രമായിട്ടുള്ളതാണ് എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഏതൊരു ഗ്രന്ഥമാണുള്ളത്? ഒരൊറ്റ ഗ്രന്ഥമില്ല. സ്വഹീഹുൽ ബുഖാരി ഇല്ല, സ്വഹീഹ് മുസ്ലിം ഇല്ല, അസ്സഹിഹു സിത്തയില്ല, മുവത്തയില്ല, ഉമ്മില്ല, ഒരു ഗ്രന്ഥവുമില്ല. ലോകത്തൊരൊറ്റ ഗ്രന്ഥവുമില്ല. ലോകത്തൊരൊറ്റ ഗ്രന്ഥവും വിശുദ്ധ ഖുർആനിനെ പോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുതൽ മിനൽ ജിന്നത്തി വന്നാസ് വരെയുള്ള അതിലെഴുതപ്പെട്ട സകല അക്ഷരങ്ങളും ഒരു തെറ്റും വരാത്തതും ഒരു അബദ്ധവും സംഭവിക്കാത്തതും അള്ളാഹുവിൻ്റെ വചനമാണ് എന്ന് തെളിയിക്കപ്പെട്ടതും അജയ്യമായതുമാണ്. ആ വിധത്തിൽ തെളിയിക്കപ്പെടാൻ പറ്റുന്ന ഒരൊറ്റ ഗ്രന്ഥമില്ലാത്തത് കൊണ്ട് ഏത് ഗ്രന്ഥത്തിലും അബദ്ധങ്ങളും തെറ്റിദ്ധാരണകളും തെറ്റായ ആശയങ്ങളും കടന്നു വരാനുള്ള സാധ്യത നിരാകരിക്കുക സാധ്യമല്ല. ആ സാധ്യതയാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ നിരാകരിക്കുന്നത്. അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് മസ്ഹൂറാണ്, സിഹർ ബാധിച്ച ആളാണെന്ന് പറയുന്നത് അക്രമികളെ അങ്ങനെ പറയുകയുള്ളൂ എന്ന് അല്ലാഹു തആല പറയുന്നു. അക്രമികളെ അങ്ങനെ പറയുകയുള്ളൂ. ഒരു മുസ്ലിം അങ്ങനെ പറയില്ല, ഒരു മുഅ്മിൻ അങ്ങനെ പറയില്ല, ഒരു മുജാഹിദ് അങ്ങനെ പറയില്ല. മുഹമ്മദ് നബിക്ക് സിഹർ ഏൽപ്പിച്ചിട്ടുണ്ട്. കാരണം അത് അക്രമകാരിയുടെ സ്വഭാവമാണ്. ഫളല്ലു, അക്കാരണത്താൽ അവർ വഴിപിഴച്ചു എന്നാണ്. അവിടുത്തെ ഫായിനെ പറ്റി മുഫസ്സിറുകൾ എന്താ പറഞ്ഞത്? വഹാദൽ ഫാഉ, ഈ ഫാ ലിസ്സബബിയ്യത്തി, സബബിയ്യത്തിനുള്ള ഫാ ആണ്. അഥവാ അത് കാരണത്താൽ, മുഹമ്മദ് നബി സിഹറേറ്റ ആളാണ് എന്ന് പറഞ്ഞ കാരണത്താൽ ഫളല്ലു, അവർ വഴിപിഴച്ചു പോയിട്ടുണ്ട് എന്ന് അള്ളാഹു ആണ് പറയുന്നത്. അപ്പൊ പറയാൻ പാടില്ല. പക്ഷേ അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ, അപ്പൊ പിന്നെ ബാക്കിയുള്ള ആളുകളുടെ കാര്യം പറയാനുണ്ടോ എന്നാണ് അവരുടെ അടുത്ത ചോദ്യം. മുഹമ്മദ് നബിക്ക് പോലും സിഹർ ബാധിച്ചു എങ്കിൽ ബാക്കിയുള്ള ആളുകളുടെ കാര്യം പറയാനുണ്ടോ? അവർക്കൊക്കെ ബാധിക്കുന്നു. ഇന്ന് ആർക്കെങ്കിലും ബാധിച്ചിട്ടുണ്ട് എന്ന് ഇവർക്ക് ആർക്കെങ്കിലും തെളിവുണ്ടോ? അതൊട്ടില്ലതാണ്. അതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രം അറിയാത്തവരാണ് പിൽക്കാലത്ത് കടന്നു വന്നത് എന്ന് ഞാൻ പറയാൻ കാരണം. എന്തിന് ഇത് നിലവിൽ വരുമ്പോഴുള്ള അവസ്ഥ എന്താണ്? ആ അവസ്ഥയിലേക്കാണ് പോയത്. അറബി ഭാഷയിൽ ഒരു ആപ്തവാക്യമുണ്ട്, കർറ ഇലാമ ഫർറ, ഓടി അകന്നതിലേക്ക് എടുത്തു ചാടി. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നവ ലിസ്റ്റുകളായിട്ടുള്ള ആളുകൾ, ഈ പുതിയതായിട്ട് ഇതിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകൾ ചെയ്തത് കർറു ഇലാമ ഫർറു,
ഏതൊരു തെറ്റായ ആദർശത്തിൽ നിന്ന്, അന്ധവിശ്വാസത്തിൽ നിന്ന് അവർ ഓടി അകലാൻ വേണ്ടി ശ്രമിച്ചുവോ അതിലേക്ക് ശക്തിയുക്തം എടുത്തുചാടുന്ന പ്രതിഭാസമാണ് കാണുന്നത്. അതാണ് സ്വാഭാവികമായിട്ട് ഇന്നത്തെ വലിയ പ്രശ്നം. അതേപോലെ തന്നെ ഈ ശൈത്താൻ കയറലും ഇറക്കലും, ശൈത്താൻ ഇല്ലാത്ത ഏത് മനുഷ്യനാണുള്ളത്? ഇബ്ലീസിന്റെ സന്തതികൾപ്പെട്ട ഒരാളെ, ഒരു മനുഷ്യനെ അല്ലാഹു തആല സൃഷ്ടിക്കുമ്പോൾ അവന്റെ കൂടെ മരണം വരെ വിടാതെ അവനെ പിന്തുടരുന്ന ഒരു പിശാച്ചില്ലാത്ത, ജിന്ന് വർഗത്തിൽപ്പെട്ട ഒരു പിശാച്ചില്ലാത്ത ഒരൊറ്റ മനുഷ്യനുമില്ല. നബി പറയാണ്, എനിക്ക് പോലും ഉണ്ട്. പക്ഷെ എൻ്റെ പിശാച്ചിൻ്റെ പ്രത്യേകത, എൻ്റെ പിശാച്ചിനെ അല്ലാഹു തആല മുസ്ലിമാക്കി പരിവർത്തിപ്പിച്ചിരിക്കും. എന്നോട് വേണ്ടാത്തതൊന്നും കക്ഷി പറയില്ല, തെറ്റൊന്നും കൽപ്പിക്കൂല, തിന്മയൊന്നും മനോഹരമായിട്ട് ചിത്രീകരിക്കൂല. അപ്പോ എല്ലാവരുടെ കൂടെയും പിശാച്ചുണ്ടല്ലോ. എന്നിട്ട് എന്താ എല്ലാവർക്കും ശൈത്താൻ ഇളക്കല്ലാത്തത്? അല്ലെങ്കിൽ ശൈത്താനാണോ ഇളകുന്നത്? ഈ ശൈത്താൻ ഇളക്കുണ്ടാകുന്നത് അധികവും സ്ത്രീകൾക്കാണ്. അതൊരു വിരോധാഭാസമാണ്. അതവിടെ ഇരിക്കട്ടെ. ഇനി അങ്ങനെ ഇളകുന്നുണ്ടെങ്കിൽ ശൈത്താനാണോ ഇളകുന്നത്? അല്ല. ശൈത്താനാണോ സംസാരിക്കുന്നത്? അല്ല. ശൈത്താനിനോട് നമ്മൾ ചോദിക്കുമ്പോൾ ശൈത്താനാണോ മറുപടി പറയുന്നത്? അല്ല. ആ സ്ത്രീ അല്ലെങ്കിൽ ആ രോഗി അവരുടെ നാവുകൊണ്ട് അവരുടെ ഭാഷയിലാണ് മറുപടി പറയുന്നത്. അപ്പൊ അത് ശൈത്താൻ കയറിയതാണ് എന്നെങ്ങനെ പറയാം? ശൈത്താൻ കയറിയതാണ് എന്ന് ഭാഷാപരമായിട്ട് പറയാം. അറബി ഭാഷയിലൊരു പ്രത്യേകത ഉണ്ട്. അതെന്താ അറിയോ? എല്ലാ തെറ്റായ കാര്യങ്ങളും മോശപ്പെട്ട കാര്യങ്ങളും ശൈത്താനിലേക്ക് ചേർത്തി അത് ശൈത്താന്റെ പ്രവൃത്തിയാണെന്നും അത് ശൈത്താനാണ് എന്നും പറയുന്നൊരു സ്വഭാവം വിശുദ്ധ ഖുർആനിലുമുണ്ട്. അതേപോലെ തന്നെ അറബി ഭാഷയിലും അത് നിലനിൽക്കുന്നുണ്ട്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ആ നാട്ടിൽപ്പെട്ട ഖിബ്തിയായ ഒരാളെ കൊന്നപ്പോ അതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്തപ്പോ മൂസാ നബി അലൈഹിസ്സലാം എന്താ പറഞ്ഞത്? ഇന്നഹു മിൻ അമലി ശൈത്താൻ, അത് ശൈത്താന്റെ പ്രവർത്തനത്തിൽപ്പെട്ടതാണ്. ശൈത്താനാണോ കൊന്നത് ഖിബ്തിയെ? അല്ല. ആരാ കൊന്നത്? മൂസാ നബിയാണ്. ഫഖളാ അലൈഹി, അദ്ദേഹത്തെ പിന്നെ ഒരു ഇടി കൊടുത്തപ്പോൾ ഫഖളാ അലൈഹി, അയാൾ മരിച്ചുപോയി എന്നാ പറഞ്ഞത്. മൂസാ നബിയെ കൊന്നത്. പക്ഷെ മൂസാ നബി അതിനെപ്പറ്റി എന്താ പറഞ്ഞത്? ഇന്നഹു മിൻ അമലി ശൈത്താൻ, അത് ശൈത്താന്റെ പണിയാണ്. കേസെടുത്താൽ മൂസാ നബിക്ക് കുറ്റം ഉണ്ടാവില്ല. കാരണം ഞാനല്ല കൊന്നിക്കുന്നത്, ശൈത്താനാണെന്ന് പറയാം, അല്ലേ? പക്ഷെ അതെന്താ അങ്ങനെ പറഞ്ഞത്? അത് പരമ്പരാഗതമായി മാനവ ചരിത്രത്തിലെ ഒരു ശൈലിയാണ്. മഹാനായ ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടം മുതൽ അറബി ഭാഷയിലും മറ്റു ഭാഷകളിലുമുള്ള ഒരു ശൈലിയാണ്. എന്ത്? തെറ്റായ കാര്യങ്ങളെ ശൈത്താനി എന്നും ശൈത്താനിൻ്റേത് എന്നും ചേർത്തി പറയുക എന്നുള്ളത്. അങ്ങനെ പറഞ്ഞതാണ്. അതാണ് ശൈത്താൻ ഇളക്കെന്ന് പറഞ്ഞത്. ആ രോഗത്തെ പറ്റിയാണ്, ആ അപസ്മാരത്തെ പറ്റിയാണ് അവിടെ ശൈത്താൻ എന്ന് പറഞ്ഞത്. എന്നാൽ ഈ അടുത്ത് പുതുതായിട്ട് കടന്നു വന്ന് മുജാഹിദിലേക്ക് കടന്നു വന്ന പല ആളുകളും അത് യഥാർത്ഥ ശൈത്താനായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ആ ജാതി രോഗങ്ങളൊക്കെ, ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾ, അതിനൊക്കെ കാരണങ്ങളുണ്ട്. പക്ഷേ ഇളക്കമാണോ അപസ്മാരമാണോ അതുപോലെയുള്ള മാനസികമായ വിഭ്രാന്തിയാണോ അത് പിശാചിൽ നിന്ന് എന്നിടത്തേക്കാണ് അധപ്പതിച്ചിട്ടുള്ളത്. അവിടെയാണ് നമ്മുടെ ആദർശത്തിൻ്റെ തനിമ എന്ന് ഞാൻ പറയുന്നത്. സഹോദരങ്ങളെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നിർഭയത്വത്തോടു കൂടി ഇവിടെ ജീവിക്കാൻ പറ്റൂല. അതിൽപ്പെട്ടതാണ് ഈ കണ്ണേറ്. എന്താണ് കണ്ണേറ്? എവിടെയാണ് കണ്ണേറ് എന്ന് പറഞ്ഞിട്ടുള്ളത്? ഞാൻ പെട്ടെന്ന് വിഷയത്തിലേക്ക് കടന്നു എന്ന് മാത്രമേ ഉള്ളൂ. മുഖവുരയായിട്ട് പറയേണ്ടതാണ്, വിശദീകരിച്ച് പറയേണ്ടതാണ്. പക്ഷെ എന്താണ് ഈ കണ്ണേറ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരൊറ്റ ഹദീസിലും കണ്ണേറ് എന്ന പദമല്ല. കണ്ണേറ് എന്ന് പറയണമെങ്കിൽ അറബി ഭാഷയിൽ പറഞ്ഞാൽ അൽ ഐനു എന്ന പദം മുളാഫ് ഇലൈഹി ആയിട്ട് വരണം. അങ്ങനെ ഒരൊറ്റ ഹദീസില്ല. എല്ലാ ഹദീസിലും അൽ ഐനു എന്ന പദം മൗസൂഫായും മൻഊത്തായിട്ടുമാണ് വന്നിട്ടുള്ളത്. മൗലവിമാർക്കറിയാം, നമ്മുടെ പിന്നെ ആളുകൾക്കും അറിയാം, ഈ വാദക്കാർക്കും അറിയാം എന്താ മുളാഫും മുളാഫിലഹി, എന്താ നഅ്തും മൻഊത്തും. മുളാഫിലഹി ആയിട്ട് ഐന് എന്ന പദം വന്നിട്ടുണ്ടെങ്കിലാണ് കണ്ണേറ് എന്ന് പറയാൻ പറ്റൂ. ഒരൊറ്റ ഹദീസിൽ അങ്ങനെയില്ല. എല്ലാ ഹദീസിലും കണ്ണിനെ സംബന്ധിച്ച് വന്നിട്ടുള്ളത് കണ്ണ് മൻഊത്തായിട്ടാണ്, മൗസൂഫായിട്ടാണ്. സിഫത്ത് വേറെയുണ്ട്. മിൻ ഐനിൻ ഹാമ്മത്തിൻ, ദുരുപദിഷ്ഠിതമായ കണ്ണ്, മറ്റുള്ളവരുടെ പുരോഗതിയിൽ അസൂയ വെച്ചിരിക്കുന്ന കണ്ണ്, മറ്റുള്ളവരുടെ വളർച്ചയിൽ അസഹിഷ്ണുതയുള്ള കണ്ണ്. ആ കണ്ണ് ദോഷമുണ്ടാക്കും, ഉപദ്രവമുണ്ടാക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലാതെ കണ്ണിന്റെ ഏറല്ല. കണ്ണേർ എങ്ങനെയാണ് അറബിയിൽ പറയാ? റജ്മുൽ ഐനി എന്നാ പറയാ.
കണ്ണേറിന് മലയാളത്തിൽ അല്ല അറബി ഭാഷയിൽ, അല്ലെങ്കിൽ റമ്യുൽ ഹജറി എന്നാണ് പറയാ, കണ്ണേറ്. അങ്ങനെ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ടോ? ഐന് എന്ന പദം മുളാഫിലൈഹിയായി വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ഹദീസ് ഉണ്ടോ? ഐന് എന്ന പദം മൗസൂഫായിട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. ഇന്ന രൂപത്തിലുള്ള കണ്ണ്. അതേത് കണ്ണാണ്? മിൻ ഐനിൻ ഹാമ്മത്തിൻ. ഒരു ഹദീസിൽ ഹമ്മ എന്ന് പറഞ്ഞ എന്താ? ഖസ്വദാന, ഉദ്ദേശിച്ചു, കരുതി, അപകടപ്പെടുത്താൻ, ചതിയിൽപ്പെടുത്താൻ, കൊന്നുകളയാൻ, പിന്നെ ഇകഴ്ത്താൻ, ദുഷ്പ്രചരണങ്ങൾ നടത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള കണ്ണ്. ആ കണ്ണിനെയാണ് ഭയപ്പെടണം എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. ആ കണ്ണിനെ ഭയപ്പെടണം. അത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നുണ്ടല്ലോ. ഞാൻ അവനെ കണ്ണ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവന്റെ അപകടം, അവനെ അപകടപ്പെടുത്തുക എന്നത് ഞാൻ എൻ്റെ ഒരു ദൗത്യമായി സ്വീകരിച്ചിട്ടുണ്ട്. അവസരം കിട്ടുമ്പോൾ ഞാനത് നിർവഹിക്കും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതല്ലാതെ കണ്ണേറ് എന്ന ഒരു ഗുണം ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടായാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒരൊറ്റ മനുഷ്യനും ഇവിടെ നിർഭയനായിട്ട് ജീവിക്കാൻ പറ്റൂല. പൂർണ്ണമായ അർത്ഥത്തിൽ മുഅ്മിനാകാൻ പറ്റൂല. നിർഭയത്വണ്ടാവില്ല. കാരണം ആരുടെ കണ്ണിനാണ് ഈ ഏറിൻ്റെ ഗുണമുള്ളത്? നമ്മുടെ നാട്ടിൽ പലപ്പോഴും അത് അമുസ്ലിങ്ങളായ ആളുകൾക്കാണ് കണ്ണേറിൻ്റെ ഗുണം ഏറ്റവും കൂടുതലുള്ളത്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കേട്ടോ, പ്രത്യേകിച്ച് അമുസ്ലിങ്ങളിലെ ചില സ്ത്രീകൾ, അവർ വല്ലതും പറഞ്ഞാൽ കുട്ടികൾക്ക് വല്ലതും പറ്റും, കൃഷിക്ക് വല്ലതും പറ്റും, നാളികേരത്തിന് പറ്റും, കുമ്പളങ്ങ, അതേപോലെ തന്നെ വെള്ളരിക്ക, കക്കരിക്ക, അതുപോലെയുള്ള പച്ചക്കറി സാധനങ്ങൾ ഉണ്ടാക്കിയാൽ കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടി അത് പൊതിഞ്ഞിരിക്കുകയാണ്. പൊതിഞ്ഞാലും അറിയാം അതിൻ്റെ ഉള്ളിൽ കയ്പക്കയാണ്, അല്ലെങ്കിൽ വെള്ളരിക്കയാണ്, കുമ്പളങ്ങയാണ്. പൊതിയണേക്കാൾ അപകടമാണ് പൊതിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ഒരു ഗതികേട് ഒരു മുസ്ലിമിനായ മനുഷ്യന് വരിക എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയ പ്രയാസമുണ്ടോ? ഈ കണ്ണേറിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയാണ് പണ്ട് കണ്ണേറിന് എഴുതി വെച്ചിരുന്നത് കരിങ്കണ്ണ തുറിച്ചു നോക്കുക. നോക്കാനല്ല പറയേണ്ടത്, നോക്കല്ലേ എന്നാ പറയേണ്ടത്. ശരിക്കും പറയേണ്ടത് നോക്കല്ലേ എന്നാണ്. പക്ഷെ അവിടെ പറയുന്നത് തുറിച്ചു നോക്കുക എന്നാ. ഇപ്പൊ അതിന് പകരമാണ് ഈ മാഷാ അല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. മാഷാ അല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ നല്ല ആശയാണ്. പക്ഷെ ആ ആശയമല്ലാതെ എഴുതി വെച്ച ബോർഡും അത് എഴുതി വെച്ച ഫ്ലക്സ് ഉണ്ടല്ലോ, അത് സൃഷ്ടിയാണ്. ആ സൃഷ്ടിയിലാണ് അഭയം തേടുന്നതെങ്കിൽ, ആ സൃഷ്ടിയോടാണ് ഇതിന് നാശമുണ്ടാകുന്നതിൽ നിന്ന് രക്ഷ തേടുന്നതെങ്കിൽ അത് ശിർക്കിന്റെ ഇനത്തിലാണ് പെടുക. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഉടലെടുത്ത കാലഘട്ടത്തിൽ സമൂഹം എവിടെയായിരുന്നു നിലനിന്നിരുന്നത്? ഏതൊരു അന്ധവിശ്വാസത്തിനും ഏതൊരു തെറ്റായ ചിന്താഗതിക്കും എതിരിലാണോ നമ്മൾ സമരം തുടങ്ങിയത്, അതറിയാതെ ഈ പ്രസ്ഥാനത്തിലേക്ക് പുതുതായിട്ട് കടന്നു വന്ന ആളുകൾ, പഴയകാലത്ത് ആളുകൾ കൊണ്ടുനടന്നിരുന്ന ഒരു നൂറ്റാണ്ടിന് മുമ്പ് കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങൾ ഇതിലേക്ക് കടത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം വ്യാപകമായി നടത്തുന്നുണ്ട് എന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്.